മാംഗല്യം. രചനാവതരണം മിത്രവിന്ദ. പെട്ടെന്ന് ജഗൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് ധൃതിയിൽ എഴുന്നേറ്റതും ജാൻവി അവന്റെ പിന്നാലെ തന്നെ റൂമിലേക്ക് പോയി. എന്തു പറ്റി ജഗൻ? എന്താ പെട്ടെന്ന് എഴുന്നേറ്റത്? എങ്ങോട്ടാ പോകുന്നത്? ജഗൻ എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയതും ജാൻവി പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു. ജാൻവി, എനിക്ക് അത്യാവശ്യമായി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. അതെന്തിനാ? അത് ഇന്നൊരു കേന്ദ്രമന്ത്രി രാമചന്ദ്ര റാവു തലസ്ഥാനത്ത് വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതാ. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പോണം. അതുകൊണ്ട് ലീവിൽ പോയിരിക്കുന്ന എല്ലാ ഓഫീസേഴ്സിനോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാനാണ് മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ജഗൻ, പക്ഷെ ഞാനിവിടെ തനിച്ച്. അതിനെന്താ ജാൻവി, നീ പെട്ടെന്ന് വരൂലോ. ദാ അവിടെ ഒരു സ്പെയർ കീ ഉണ്ട്. ബെഡ്റൂമിലെ ഡ്രോയർ ചൂണ്ടി അവൻ പറഞ്ഞു. പിന്നെ തനിക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ വണ്ടി താഴെ പാർക്കിങ്ങിൽ കിടപ്പുണ്ട്. അത് ഉപയോഗിച്ചോളൂ. എനിക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ വരും. ജഗൻ, പക്ഷേ ഇതൊരു പുതിയ സ്ഥലമല്ലേ? ഞാനിവിടെ തനിച്ച്. എന്താ ജാൻവി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴല്ലേ നമ്മൾ സ്വയം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ജഗൻ അത് ചോദിച്ചപ്പോൾ ജാൻവിക്ക് മറുപടിയില്ലാതായി. താൻ പോയിരുന്ന ആഹാരം കഴിക്ക്, എനിക്ക് റെഡിയാവണം. തന്നോട് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറയാതെ പറഞ്ഞതാണെന്ന് ജാൻവിക്ക് മനസ്സിലായതും അവൾ നിരാശയോടെ പുറത്തേക്ക് നടന്നു. തിരികെ വന്ന് ആഹാരം കഴിക്കാനായി ഇരുന്നെങ്കിലും അവളുടെ വിശപ്പെല്ലാം കെട്ടുപോയിരുന്നു. വെറുതെ ആഹാരത്തിൽ വിരലിട്ടിളക്കിക്കൊണ്ട് ജാൻവി ഇരിക്കുന്ന സമയം തന്നെ ജഗൻ യൂണിഫോം ധരിച്ച് അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവനെ കണ്ട മാത്രയിൽ ജാൻവി ഇരുന്നിടത്തു നിന്ന് എണീറ്റു. ജാൻവിയോട് കൂടുതലൊന്നും പറയാൻ നിൽക്കാണ്ട് ജഗൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. പിന്നെ പെട്ടെന്ന് തിരിഞ്ഞകത്തേക്ക് വന്നു. ഞാൻ മാക്സിമം നേരത്തെ വരാം. ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആകും. എന്നെ നോക്കിയിരിക്കണ്ട. ഞാൻ സ്പെയർ കീ എടുക്കുന്നുണ്ട്. ജാൻവിക്ക് ഉറക്കം വന്നാൽ കിടന്നോളൂ. ജാൻവി ജഗനെ നോക്കി ഒന്ന് മൗനമായി മൂളി. അവൾക്ക് വല്ലാത്തൊരു തരം ഒറ്റപ്പെടൽ തോന്നി. ഇത്രയും നേരം എന്തൊക്കെയോ അവൾ ആഗ്രഹിച്ചിരുന്നു. പെട്ടെന്ന് അതൊന്നും നടക്കാതായപ്പോൾ തോന്നിയ വിഷമവും വെപ്രാളവും എന്തോ അവൾക്ക് ആഹാരം കഴിക്കാൻ തോന്നിയില്ല. ഇരുവരും കഴിച്ച ആഹാരം ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കി വേസ്റ്റ് ബിന്നിലേക്കിട്ട് പാത്രങ്ങൾ കഴുകി വെച്ചുകൊണ്ട് ജാൻവി ബാൽക്കണിയിലേക്ക് തന്നെ പോയി നിന്നു. അതേസമയം മാനസിയും ജയനും ഹോളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എടോ, താൻ പിന്നീട് ജഗന്റെ വീട്ടുകാരെ ആരെങ്കിലും വിളിച്ചിരുന്നോ? അന്നാ പൂജയ്ക്ക് തനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അവരെല്ലാരും ഒന്ന് തന്നെ ഒരുപാട് ചോദിച്ചിരുന്നു. ജയൻ ഒരു സംസാരത്തിന് തുടക്കം കുറിച്ചു. ആ, ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല. അല്ലെങ്കിൽ തന്നെ വിളിച്ചിട്ടിപ്പോ എന്ത് കിട്ടാനാ? നേരായ രീതിയിൽ അങ്ങോട്ട് കെട്ടിച്ചയച്ചൊന്നും അല്ലല്ലോ. അവൾ അവന്റെ കൂടെ കിടന്നതുകൊണ്ട് എല്ലാരും ചേർന്ന് പിടിച്ച് കെട്ടിച്ചതല്ലേ. മാനസി അലസമായ രീതിയിൽ പറഞ്ഞപ്പോ ജയനൊരു വല്ലായ്മ തോന്നി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ജയേട്ടന് ഈ ഇടയായി ജാൻവിയുടെ ഒരു വല്ലാത്ത ചായവുണ്ട്. ഇത്രയും നാൾ മോളോടില്ലാത്ത സ്നേഹം ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് വന്നു? എനിക്ക് വെറുപ്പാണ് ആ സാധനത്തിന്. നമ്മൾ പോലും ആഗ്രഹിക്കാതെ നമുക്കിടയിലേക്ക് കടന്നു വന്നു. അന്ന് വയറ്റി വെച്ച് കൊല്ലാമെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. എന്റെ മാനസി, താൻ ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുവാണോ? എടോ, അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോ എത്ര നാളായി? ജാൻവി, അവൾക്ക് 10-22 വയസ്സും കഴിഞ്ഞു. ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മറക്ക്. എനിക്കെന്തോ നമ്മൾ ഇത്രയും നാൾ ജാൻവിയോട് തെറ്റ് ചെയ്തതുപോലൊരു തോന്നലാണിപ്പോ. അവൾ അവൾ അർഹിച്ച സ്നേഹവും കരുതലും ഒന്നും കടക്കാതെ ആർക്കും വേണ്ടാത്തവളെ പോലെ ബോർഡിങ്ങിൽ കൊണ്ടു തള്ളി. കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ച് നടക്കേണ്ട അവളുടെ നല്ല പ്രായമെല്ലാം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ഒരു തോന്നലാണിപ്പോ. വല്ലാത്തൊരു മനോവേദനയോടെ ജെയിൻ പറഞ്ഞു. അവരുടെ കോവിലകത്ത് പൂജയിൽ പങ്കെടുക്കുവാൻ പോയി വന്ന ശേഷം ജയേട്ടന് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായല്ലോ. എന്താ, അവൾ വല്ല കൈവശവും തന്നോ? നോക്കൂ മാനസി, സൂക്ഷിച്ച് സംസാരിക്കണം. മാനസിയുടെ ആ സംസാരം അത്ര ഇഷ്ടപ്പെടാത്തതുപോലെ ജെയിൻ പറഞ്ഞു. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്. ജയേട്ടൻ ഇന്ന് വരെ എന്നോട് ദേഷ്യത്തിലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നോക്ക്, ഞാൻ അവളെ പറയുന്നത് പോലെ ദേഷ്യം. എടോ, ഞാൻ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മളുടെ മകളല്ലാതാവുന്നില്ലല്ലോ. നീ പ്രസവിച്ച നമ്മളുടെ മോൾ തന്നെയല്ലേ അവൾ. ഞാൻ അവളുടെ അച്ഛനും നീ അവളുടെ അമ്മയും ആയിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അവളോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൾക്ക് നമ്മളെ വേണ്ട സമയത്ത് നമ്മൾ അവളുടെ കൂടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവൾ ജീവിതത്തിൽ
ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന സമയമല്ലേ. ഇപ്പോഴല്ലേ നമ്മളുടെ സാമീപ്യവും ആശ്വാസവാക്കുകളുമൊക്കെ അവൾക്ക് വേണ്ടത്. തൽക്കാലം താനെന്ന് ജാൻവിയെ വിളിക്ക്. ഒന്നും വേണ്ട, വെറുതെ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചു വെക്ക്. അവൾക്കതൊക്കെ വലിയ ആശ്വാസമാകും. അതും പ്രത്യേകിച്ച് പൂജയിൽ അവൾക്ക് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന് ആ തിരുമേനി പറഞ്ഞൊരവസരത്തിൽ. അങ്ങനെ ഒടുക്കം ജയന്റെ നിർബന്ധത്തിന് വഴങ്ങി മാനസി ജാൻവിയെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഫോണെടുത്ത് ജാൻവിയെ കോൾ ചെയ്തു. ഒരു വട്ടം മുഴുവൻ ബെല്ലടിച്ച് നിന്നെങ്കിലും ജാൻവി കോൾ എടുത്തിരുന്നില്ല. ആ സമയം ജാൻവി ചെറുതായി ഒന്ന് മയങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ വന്ന ശബ്ദമോ ബെല്ലടിച്ച ശബ്ദമോ ഒന്നും അവൾ കേട്ടില്ല. ദാ അവൾ ഫോൺ എടുക്കുന്നില്ല, മനഃപൂർവ്വം എടുക്കാത്തതാവും. ജേട്ടന് സമാധാനായോ? മാനസി ആരോടെന്നല്ലാതെ പറഞ്ഞു. എന്റെ മാനസി, താൻ എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ചിലപ്പോൾ അവൾ പഠിക്കോ മറ്റോ ആവും. താൻ ജസ്റ്റ് ജഗന്റെ അമ്മയൊന്ന് വിളിക്ക്. അതാവുമ്പോൾ അവർക്കൊരു സന്തോഷമാവുമല്ലോ. നമ്മൾ അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെന്നറിയുമ്പോൾ. ജയനെ നോക്കി മുഖമൊന്ന് കൂട്ടിക്കൊണ്ട് മാനസി പാർവതിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 2-3 ബെല്ലടിച്ച ശേഷമാണ് പാർവതി കോൾ എടുത്തത്. ഹലോ. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പാർവതി പറഞ്ഞു. ആ ഹലോ പാർവതി, ഇത് ഞാനാ, ജാൻവിയുടെ അമ്മ. ആ മനസ്സിലായി, മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ജാൻവി എന്തേ? ഞാൻ അവളെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. നിങ്ങളുടെ മകളെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെയാണോ വിളിക്കേണ്ടത്? വേറെ ആരെങ്കിലും വിളിച്ച് അന്വേഷിക്കണം. അതെന്താ പാർവതി അങ്ങനൊരു വർത്താനം? അവൾ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്? എങ്കിൽ നിങ്ങൾ കേട്ടോ, അവൾ ഈ വീട്ടിലല്ല താമസിക്കുന്നത്. ഇന്നവൾ ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ മോനെയും കൊണ്ട് ഇവിടെ നിറങ്ങിയിരിക്കുന്നു. ഇത്രയും നാള് ഈ തറവാട് വിട്ട് മാറി നിന്നിട്ടില്ലാത്ത ചെറുക്കനാ. ഒരു പെണ്ണ് കെട്ടിയപ്പോ അവൾ അവനെ അവളുടെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുക. അഹങ്കാരി. പാർവതി പറഞ്ഞതും മാനസി കാര്യം അറിയാതെ അല്പനേരം ആലോചനയോടെ നിന്നു. പാർവതി, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെളിച്ചു പറയണം. അല്ലാതെ വാലുമുറിയും പറഞ്ഞാല് എനിക്കെങ്ങനെ മനസ്സിലാവാനാ? എങ്കിൽ വ്യക്തമായി കാത് തുറന്ന് കേട്ടോളൂ. നിങ്ങളുടെ മകൾ എന്റെ മകനെയും കൊണ്ട് ഇവിടുന്ന് പോയിരിക്കുന്നു. എവിടേക്ക്? അവരെവിടേക്ക് പോയെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ, അതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ഇവിടെയൊന്നും വലിയ വഴക്ക് നടന്നു. ആ വഴക്കിന്റെ ഒടുക്കം അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളും കെട്ടിപ്പെറുക്കി ഈ വീട് വിട്ടിറങ്ങി. ആ നാശം പിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കേണ്ട ഒരു ഗതികേടും എന്റെ മകനില്ലായിരുന്നു. അതെങ്ങനെയാ? കൂടെ കിടന്ന് വശീകരിച്ചെടുത്തില്ലേ എന്റെ മോനെ? പാർവതി യാഥാർത്ഥ്യം പോലും മറന്ന് സംസാരിക്കാൻ തുടങ്ങിയതും മാനസയുടെ പിടിയും വിട്ടു. അതെ, നിങ്ങൾ വലിയ ശീലാവതി ചമയലൊന്നും നിൽക്കണ്ട. എന്റെ മോളെയും നിങ്ങളുടെ മോനെയും ഒരു മുറിയിൽ നിന്നാ പിടിച്ചത് എന്ന് കരുതി എന്റെ മകൾ മാത്രമല്ല തെറ്റുകാരി. അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മോനും ഉണ്ട്. ഇനി ആർക്കറിയാം, അവൻ തന്നെയാണോ അവൾക്ക് ജ്യൂസിലൊരുന്ന് കലക്കിക്കൊടുത്ത് ആ മുറി കൊണ്ട് കയറ്റിയതെന്ന്. അതുകൊണ്ട് അങ്ങനത്തെ വർത്താനം നിങ്ങളങ്ങ് നിർത്തിയേക്ക്, കേട്ടോ പാർവതി? ദേ മാനസി, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ മോനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ആ, നിങ്ങളുടെ മോനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളൂല്ലേ? അതുപോലെ തന്നെയാണ് എനിക്കെന്റെ മകളും. കാര്യം എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെയൊക്കെ നിർബന്ധമായിരുന്നല്ലോ ഈ വിവാഹം നടക്കണമെന്ന്. എനിക്ക് അവളെ ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോരാനും അവൾക്ക് വേണ്ടി ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വിവാഹം നടത്താനും തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ നിങ്ങൾക്കായിരുന്നു കോവിലകത്തിന്റെ അന്തസ്. ഓരോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ രണ്ടുപേരുടെയും കൂടി വിവാഹം നടത്തിയത്. മാനസി വീറോടെ പറഞ്ഞു നിർത്തി. എന്തായാലും നല്ല ബെസ്റ്റ് കുടുംബമാണ് നിങ്ങളുടേത്. കുറച്ചൊക്കെ എനിക്കും അറിയാം അവിടുത്തെ കാര്യങ്ങൾ. തന്തയ്ക്കും തള്ളയ്ക്കും വേണ്ടാത്ത ഒരു മോളെ എന്റെ തലയിൽ കെട്ടിവെച്ചതും പോരാ എന്ന് ന്യായം പറയുന്നോ? പാർവതി ചീറിക്കൊണ്ട് മാനസിയോട് ചോദിച്ചു. അതുകൊള്ളാം, നാളെ നടക്കാനിരിക്കുന്ന കല്യാണം. നാളെ കല്യാണം നടക്കാനിരിക്കുന്ന നിങ്ങളുടെ മോൻ ചെയ്തത് പിന്നെ അത്ര നല്ല പ്രവൃത്തിയാണെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളും വലിയ ന്യായമൊന്നും പറയണ്ട. അവനെയും അവളെയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അവർ രണ്ടുപേരും ഒരുപോലെ തെറ്റുകാരാ. അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തി മറ്റൊരാളെ അങ്ങ് രക്ഷിക്കാൻ നോക്കരുത്.
മാനസി ദേഷ്യത്തോടെ പറഞ്ഞു. എന്തായാലും അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അത് ഞാൻ അന്നേ പറഞ്ഞതാ. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അവളെ നിങ്ങളുടെ മകന് കെട്ടിച്ചു കൊടുത്തോളണമെന്ന്. അന്ന് നിങ്ങൾക്കൊക്കെ എന്തൊരു ഒലിപ്പീര സ്നേഹമായിരുന്നു. മാനസി പാർവതിയോട് ഇത്രയും രൂക്ഷമായി ഫോണിൽ സംസാരിക്കുന്ന കേൾക്കെ ജയൻ കാര്യമറിയാതെ കുഴഞ്ഞു. കാരണം അത്രയും മൂർച്ചയേറിയ വാക്കുകളാണ് ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നത്. മാനസി ഫോൺ വെക്ക്. ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ജയൻ മാനസിയെ വഴക്ക് പറഞ്ഞ് ഫോൺ വെപ്പിച്ചു. എന്താ മാനസി, എന്താ പ്രശ്നം? ആ, എനിക്കൊന്നും മനസ്സിലായില്ല. ആ ചെറുക്കൻ്റെ അമ്മ എന്നോട് കിടന്ന് കുറെ ചൂടായി. അവളുടെ വായിലിരിക്കുന്നൊന്നും കേൾക്കണ്ട ഒരാവശ്യവും ഈ മാനസിക്കില്ല. എന്തിനാ അവർ ദേഷ്യപ്പെട്ടത്? ഇന്ന് അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായെന്നോ, അതിന്റെ പേരിൽ ജാൻവി ആ ചെറുക്കനെയും വിളിച്ചുകൊണ്ട് വീട് വിട്ടു പോയെന്നൊക്കെ പറയുന്നു. ഇവളിത് എന്തിന്റെ പുറപ്പാടാണെന്ന് എനിക്കറിയാത്തത്. എവിടെയെങ്കിലും കെട്ടിച്ചു വിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിന് പകരം ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോയിരിക്കുന്നു. ഛേ, ഇതൊരു നാണക്കേടാ. ഇവർ പറയുന്നതിലും കാര്യമില്ലേ? മാനസി ജയനെ നോക്കി. മാനസി, നമ്മൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ നിൽക്കല്ലേ. അവളുടെ ഭാഗത്തെ ശരി എന്താണെന്നോ അല്ലെങ്കിൽ അവൾക്ക് എന്ത് പറയാനുണ്ടെന്നോ നമ്മൾ ചോദിച്ചില്ലല്ലോ. അത് ചോദിക്കും മുമ്പേ അവളെ എങ്ങനെ കുറ്റക്കാരിയാക്കും? ആ, ജയേട്ടൻ ഈ വിചാരമൊക്കെ എപ്പോ വന്നു? മുൻപൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയുന്ന വാലും തലയും ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ട് എത്രയോ പ്രാവശ്യം ജാൻവി വഴക്ക് പറയാൻ പോയ ആളാ. അന്ന് ഇതുപോലെ മോളുടെ ഭാഗത്തെ തെറ്റ് ശരിയും ന്യായവും അന്യായവും ഒന്നും ചോദിക്കാൻ വന്നില്ലല്ലോ. അതേ മനസ്സി, നമ്മൾ കുറേയേറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ജാൻവിയോട്. എനിക്കതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അതൊക്കെ തിരുത്തണോ എനിക്ക്? മാനസാന്തരം വന്നതുപോലെയുള്ള ജയന്റെ സംസാരത്തിൽ മാനസി നെറ്റിച്ചുളിച്ചുകൊണ്ട് അയാളെ നോക്കി. അതേസമയം തന്നെയാണ് ജാൻവി മാനസിയെ തിരികെ വിളിച്ചത്. മയക്കത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ സമയം നോക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ജാൻവി മാനസിയുടെ കോൾ കണ്ടത്. അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? വല്ലാത്തൊരു നെഞ്ചിരിപ്പോടെ ജാൻവി ഓർത്തു. കാരണം അങ്ങനെ ഇങ്ങനെയൊന്നും മാനസി അവളെ വിളിക്കാറില്ലാത്താണ്. എന്തായാലും തിരികെ വിളിച്ചു നോക്കാം. അതും പറഞ്ഞുകൊണ്ടാണ് ജാൻവി മാനസിയെ കോൾ ചെയ്തത്. ആദ്യത്തെ ബെല്ലിൽ തന്നെ മറുപുറത്തു നിന്ന് മാനസി കോൾ എടുത്തു. എടി ഏറണം കെട്ടവളെ, നീ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കി എടിവെച്ചിരിക്കുന്നത്? ഫോൺ എടുത്ത പാടെ ഹലോ പോലും പറയുന്നതിന് മുമ്പേ മാനസിയുടെ വായിൽ നിന്ന് കേട്ട ചോദ്യം ജാൻവി അടിമുടി വിറച്ചുപോയി. അത്രയും ദേഷ്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത്. അമ്മേ, അമ്മ എന്തൊക്കെയായി പറയുന്നേ? എടി, ഞാൻ അത് തന്നെയാ ചോദിച്ചത്. നീ എന്തിനാ ആ ചെറുക്കനെ വിളിച്ച് കോവിലകത്തുനിന്ന് ഇറങ്ങിപ്പോയത്? ആ ചെറുക്കൻ്റെ അമ്മയുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ഏതോ ഗുളികം കയറി നേരത്താ അവരെ ഫോൺ വിളിക്കാൻ തോന്നിയത്. അതിപ്പോ ഇങ്ങനായി. അമ്മേ, അമ്മ വിചാരിച്ചു വെച്ച പോലെ അല്ല കാര്യങ്ങൾ. അന്നാ രാത്രി എന്നെയും ജഗനെയും അവരുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും അടുത്തൊരു ബന്ധു ചതിച്ചതാ. അവരുടെ മോൾക്ക് ജഗനെ വിവാഹം കഴിക്കാൻ വേണ്ടി അവർ ജ്യൂസിലൊരു മയക്കുപൊടി കലക്കി കുടിപ്പിച്ച് മനഃപൂർവ്വം എന്നെ ജഗന്റെ മുറിയിലെത്തിച്ചതാ. അത് തെളിവ് സഹിതം ജഗൻ പിടിച്ചു. കോവിലകത്തുള്ള എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ഞെട്ടിയിരിക്കുകയാണിപ്പോ. മാത്രമല്ല, അവർക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞപ്പോൾ അവിടുത്തെ മുത്തശ്ശനും ജഗന്റെ അമ്മയും എല്ലാവരും ചേർന്ന് പറഞ്ഞു അതവരുടെ കോവിലകത്തിന്റെ അന്തസ്സിന് അപമാനമാണെന്ന്. അങ്ങനെ ഞാൻ കുറേ ദേഷ്യപ്പെട്ടു. ഒടുക്കം ജഗനാണ് എന്നെയും വിളിച്ച് ആ വീട് വിട്ടിറങ്ങിയത്, അല്ലാതെ ഞാനല്ല. ജാൻവിയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ ഒട്ടൊരു അത്ഭുതത്തോടെയാണ് മാനസി കേട്ടത്. അതെല്ലാം കേട്ട മാത്രമേ തന്നെ ജയനും ഒരു വല്ലായ്മ. നിരപരാധിയായ ആ പെൺകുട്ടിയെ എന്തൊക്കെയാണ് പറഞ്ഞത്? അയാൾ വേദനയോടെ ഓർത്തു. മാനസി ആ ഫോൺ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അവരുടെ മനസ്സിലൂടെ സഞ്ചരിച്ച ചിന്തകളും അതൊക്കെ തന്നെയായിരുന്നു. എന്നാലും ആ പാർവതി എന്ത് കള്ളിയാണെന്ന് ഓർത്തേ. സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് പിന്നെ എന്നോട് കിടന്ന് ദേഷ്യപ്പെട്ടത്. എന്റെ മോള് അവരുടെ മോനെ വല വീശി പിടിച്ചുത്രേ. ഒന്നുകൂടി ഞാൻ അവളെ വിളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് മാനസി പാർവതിയെ വീണ്ടും വിളിച്ചു. ഇവരെന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നേ? അതീവ ദേഷ്യത്തോടെ അത് പെറുപുറത്തുകൊണ്ട് പാർവതി മാനസിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തു. നിങ്ങൾ എന്തിനാ പിന്നെയും വിളിക്കുന്നേ? കുറച്ചു മുമ്പല്ലേ വിളിച്ചു വെച്ചത്? അയ്യോ, നിങ്ങളുടെ ശബ്ദം കേട്ട് നിർവൃതി അടയാനല്ല ഞാൻ വിളിച്ചത്. നിങ്ങളും നല്ല അസലും കുടുംബക്കാരാട്ടോ. കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന്
എന്റെ കൊച്ചിനെ പൊടിയും കലക്കി കൊടുത്ത് നിങ്ങളുടെ മോന്റെ റൂമിൽ എത്തിച്ചതും പോരാ. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടാ വിളിക്കുന്നത്. പോരാഞ്ഞിട്ട് എന്റെ മോള് നിങ്ങളുടെ മോനെ വശീകരിച്ചെന്നല്ലേ? എങ്ങനെ നിങ്ങൾക്കിതുപോലെ ഉളുപ്പില്ലാണ്ട് സംസാരിക്കാൻ തോന്നുന്നു? മാനസയുടെ ചോദ്യത്തിന് മുമ്പിൽ പാർവതിയുടെ വായ അടഞ്ഞുപോയി. തിരിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പാർവതി കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. മാനസി വീണ്ടും വിളിച്ചെങ്കിലും പാർവതി അതെടുത്തില്ല. മാനസിയുടെ ചോദ്യം പാർവതിക്ക് വലിയ അപമാനമായി തോന്നി. അതേസമയം ജാൻവിയാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടാണ്ടിരിക്കുവാണ്. എന്തിനാണ് അമ്മ തന്നെ വഴക്ക് പറഞ്ഞത്? അവൾ സ്വയം ചോദിച്ചു. പിന്നീട് പലതവണ മാനസി അങ്ങോട്ട് വിളിച്ചെങ്കിലും അവർ ഫോൺ എടുത്തില്ല. പകരം തിരിച്ചു വിളിച്ചതുമില്ല. സന്ധ്യ മയങ്ങി. എന്തോ ആദ്യമായിട്ട് ഇവിടെ എത്തിയ ദിവസം തന്നെ പെട്ടെന്നങ്ങ് തനിച്ചായി പോയതുപോലെ ഒരു തോന്നൽ. നേരിയ ഭയവും വെപ്രാളവും വന്ന് അവളെ പൊതിഞ്ഞു. സമയം ഏകദേശം 8 മണിയോടടുത്തപ്പോഴായിരുന്നു ആരോ ഡോർബെൽ മുഴുക്കിയ ശബ്ദങ്ങൾ കേട്ടത്. ഒരു വേള എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. പിന്നെ കതകിനുള്ളിലൂടെ ഉള്ളിലെ ഹോളിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. പുറത്തൊരു പയ്യൻ നിൽക്കുന്നതാണ് കണ്ടത്. അവൾക്ക് ഡോർ തുറക്കാൻ ഭയം തോന്നി. തുടരും.